ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ വളരെ പ്രത്യേകതയുള്ള ഒരു പഠന പരമ്പരയുടെ 74ാമത്തെ അവതരണമാണ്. നാം പഠിക്കുന്നത്, ചിന്തിക്കുന്നത്, അറിയാൻ ആഗ്രഹിക്കുന്നത് അപ്പോസ്തലനായ പൗലോസിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ദൈവശ്വാസീയമായി നൽകപ്പെട്ട വിശുദ്ധ ലേഖനം ആയ റോമാലേഖനമാണ്. മക്കളായ നമ്മെ സംബന്ധിച്ച് ദൈവത്തിൽ നമ്മളായിരിക്കുമ്പോൾ, ജീവിക്കുമ്പോൾ നാം അടിസ്ഥാനമായി മനസ്സിലാക്കിയിരിക്കേണ്ട വിഷയങ്ങൾ. നാം ഇന്ന് അതിൻ്റെ 4-ാം അധ്യായത്തിൽ പ്രവേശിക്കുകയാണ്. 4-ാം അധ്യായത്തിൻ്റെ നമ്മുടെ പഠനത്തിൽ നാം കൊടുത്തിരിക്കുന്ന തലക്കെട്ട്, പ്രത്യേകിച്ച് അതിൻ്റെ 5 വരെയുള്ള വേദഭാഗം, 1, 2, 3, 5 വേദഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ വിസ്മയകരമായ രീതിയിൽ ദൈവത്തിൻ്റെ ഒരു കണക്ക് വ്യവസ്ഥ, ഒരു ക്രമീകരണം വിശദമാക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. 4-ാം അധ്യായത്തിലുള്ള പ്രവേശനത്തിനായിട്ട് നാം ഒരുങ്ങുകയാണ്. പൗലോസ് അപ്പോസ്തലൻ വിശ്വാസത്താലുള്ള നീതീകരണം, അതായത് കർത്താവ് യേശുക്രിസ്തു എന്ന ലോകരക്ഷകനായി ദൈവം നൽകിത്തന്ന ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനിലുള്ള വിശ്വാസത്താൽ ഒരു വ്യക്തി നീതീകരിക്കപ്പെടുന്നു. ദൈവമുമ്പിൽ കയറി ചെല്ലുവാൻ പ്രാഗൽഭ്യം പ്രാപിക്കുന്നു കൃപയാൽ, ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ. ഇതാണ് റോമാലേഖനത്തിലെ പ്രമേയം, വിശ്വാസത്താലുള്ള നീതീകരണം. ഈ വേദഭാഗത്തിൽ ഈ വിഷയത്തിൻ്റെ ഈ അധ്യായത്തിൽ ആസ്പദമാക്കി ചിന്തിക്കുമ്പോൾ പ്രധാനപ്പെട്ടൊരു വാക്കാണ് കണക്കിട്ടു. 3-ാം വാക്യം തിരുവെഴുത്ത് എന്ത് പറയുന്നു? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. വാസ്തവത്തിൽ അർഹതയില്ല, പക്ഷെ നീതിയായി കണക്കിട്ടു. യവന ഭാഷയിൽ ലോഗിസൊമായി എന്ന യവന വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കണക്കിടുക, എണ്ണുക, ആ വിധത്തിൽ കാണുക, ഈ അർത്ഥമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് കണക്കെഴുത്തുകാരുടെ, നമുക്കറിയാം സ്ഥാപനങ്ങളിലും ബിസിനസ് സ്ഥാപനങ്ങളിലും പലയിടത്തും കണക്കെഴുത്തുണ്ട്. വരുമാനവും ചെലവുമെല്ലാം വ്യക്തമായി എഴുതി അത് അവതരിപ്പിക്കാൻ വേണ്ടി കണക്കെഴുതും. അങ്ങനെ കണക്കെഴുതുന്നവരുടെ വാക്കാണ് കണക്കിടുക, പരിഗണിക്കുക എന്ന വാക്ക്. ഈ അർത്ഥത്തിലാണ് പൗലോസ് റോമാലേഖനം 4-ാം അധ്യായത്തിലെ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. വളരെയധികം തവണ ഈ വാക്ക് നമുക്ക് കാണാം. അതൊരു സാമ്പത്തികമായ, വ്യാവസായികമായിട്ടുള്ള പശ്ചാത്തലത്തിൽ ഉപയോഗിക്കപ്പെടുന്ന വാക്കാണ്. അതായത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിങ്ങളുടേതല്ലാത്തൊരു അനുഗ്രഹം കൂട്ടിച്ചേർക്കപ്പെട്ടു. വാസ്തവം നിങ്ങൾക്കില്ല, നിങ്ങൾക്ക് അർഹതയില്ല, പക്ഷെ നിങ്ങളുടെ കണക്കിലേക്ക് ആ അനുഗ്രഹം കൂട്ടിച്ചേർക്കപ്പെട്ടു, നിങ്ങളിലേക്ക് കണക്കിട്ടു. അതാണ് ഇവിടെ 3-ാം വാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. ഇപ്പോൾ അബ്രഹാം ദൈവത്തിൽ അർപ്പിച്ച വിശ്വാസത്തെ ദൈവം കണ്ടുകൊണ്ട് അബ്രഹാമിന് അത് നീതിയായി ദൈവം കണക്കിടുകയാണ്. അപ്പോൾ ഈ ഒരു വിഷയം നാം വ്യക്തമായി മനസ്സിലാക്കിയാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാട് വ്യത്യസ്തമാകും. നമുക്ക് ഹൃദയത്തിൽ ഏറ്റവും അധികം സന്തോഷം നൽകും. 1, 2, 3 വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ചൊന്ന് വായിക്കാം. എന്നാൽ നമ്മുടെ പൂർവ്വ പിതാവായ അബ്രഹാം ജഡപ്രകാരം എന്തു പ്രാപിച്ചു എന്ന് പറയേണ്ടു. അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടുവെങ്കിൽ അവന് പ്രശംസിപ്പാൻ സംഗതിയുണ്ട്, ദൈവസന്നിധിയിലില്ലതാനും. തിരുവെഴുത്ത് എന്തു പറയുന്നു? ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യമാണ് ഉദ്ധരിക്കുന്നത്. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്ന് തന്നെ. വളരെ ബഹുമാന്യനായ ഒരു വ്യക്തി ഉദാഹരണമായി നൽകപ്പെടുകയാണ് അബ്രഹാം. ഈ വാക്യം തുടങ്ങുന്ന 1-ാം വാക്യം എന്നാൽ എന്ത്, ഇംഗ്ലീഷിൽ എന്നാൽ എന്ത്, വാട്ട് ദെൻ. അത് 3-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 26 വരെയുള്ള വേദഭാഗത്തിൽ നാം പഠിച്ച, മനസ്സിലാക്കിയ വിശ്വാസത്താലുള്ള നീതീകരണം എന്ന പ്രസ്താവനയെ പരാമർശിക്കുന്നതാണ്. എന്നാൽ എന്ത്. ഇപ്പം 4-ാം അധ്യായത്തിൽ പൗലോസ് പ്രധാനമായിട്ട് സംസാരിക്കുമ്പോൾ യഹൂദന്മാരായിട്ടുള്ള കേൾവിക്കാരെ ഉദ്ദേശിച്ചുകൊണ്ടാണ്, യഹൂദന്മാരോടാണ് ഇടപെടുന്നത്. കാരണം യഹൂദന്മാരെ സംബന്ധിച്ച് അവർ അഭിമാനപൂർവ്വം അംഗീകരിച്ച വ്യക്തിയാണ് അബ്രഹാം. അബ്രഹാം അവരുടെ പൂർവ്വ പിതാവാണ്. ലൂക്കോസിൻ്റെ ചില ഉദാഹരണങ്ങൾ പെട്ടെന്ന് നോക്കാം. ലൂക്കോസിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ സ്നാപകയോഹന്നാൻ 400 വർഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഭൂമുഖത്തേക്ക് കടന്നു വരുമ്പോൾ സ്നാനമേൽപ്പാൻ അനേകം പുരുഷന്മാർ കടന്നു വരും. അവരോട് യോഹന്നാൻ സംസാരിച്ചു, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ, അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറവാൻ തുനിയരുത്. അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അബ്രഹാം എന്ന് പറയുന്ന വ്യക്തിത്വത്തെ
വളരെയധികം ബഹുമാനിച്ച യഹൂദന്മാർ. ലൂക്കോസ് 16 മരണാനന്തര വിഷയത്തെക്കുറിച്ച് ക്രിസ്തു പഠിപ്പിച്ചപ്പോൾ അബ്രഹാം പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ലാസറിനെയും തീച്ചുളയിൽ കിടക്കുന്ന അല്ലെങ്കിൽ വേദനയിൽ കിടക്കുന്ന യാതനയിൽ കിടക്കുന്ന ധനവാൻ അബ്രഹാം പിതാവ് എന്ന് വിളിച്ചുകൊണ്ട് കരയുന്ന നമുക്ക് കാണാം. യോഹന്നന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 39-ാം വാക്യത്തിൽ കർത്താവ് യേശു യഹൂദന്മാരോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, അവർ അവനോട് അബ്രഹാം ആകുന്നു ഞങ്ങളുടെ പിതാവെന്ന് ഉത്തരം പറഞ്ഞതിന് യേശു അവരോട്, നിങ്ങൾ അബ്രഹാമിൻ്റെ മക്കളെങ്കിൽ അബ്രഹാമിൻ്റെ പ്രവൃത്തികളെ ചെയ്യുമായിരുന്നു. അതേ അധ്യായത്തിൻ്റെ 53-ാം വാക്യത്തിൽ ഞങ്ങളുടെ പിതാവായി അബ്രഹാമിനേക്കാൾ നീ വലിയവനോ എന്ന് യഹൂദന്മാർ യേശുവിനോട് ചോദിച്ചു. 56-ാം വാക്യത്തിൽ യേശു പറഞ്ഞ മറുപടി ഇപ്രകാരമാണ്, നിങ്ങളുടെ പിതാവായി അബ്രഹാം എൻ്റെ ദിവസം കാണുമെന്നുള്ളതിൻ്റെ ഉല്ലസിച്ച് അവൻ കണ്ടു സന്തോഷിച്ചുമിരിക്കുന്നു. പ്രവൃത്തിയുടെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ ഈ പരാമർശം കാണാം. യഹൂദന്മാരുടെ ചിന്താഗതിയിൽ അബ്രഹാം വളരെ വിശേഷതയുള്ള വ്യക്തിയാണ്. പ്രവൃത്തികൾ 7-ാമത്തെ 2-ാം വാക്യത്തിൽ സ്തെഫാനോസിൻ്റെ പ്രസംഗത്തിൽ ഇങ്ങനെ പറയും, ഇത് ഉള്ളത് തന്നെയെന്ന് മഹാപുരോഹിതൻ ചോദിച്ചതിന് അവൻ പറഞ്ഞത്, സഹോദരന്മാരും പിതാക്കന്മാരുമായുള്ള പുരുഷന്മാരെ കേൾപ്പി, നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കും മുമ്പേ. അപ്പോൾ പിതാവായ അബ്രഹാം, ഇതാണ് അവരുടെ പ്രയോഗം. അത്രമാത്രം അബ്രഹാമിനെ ബഹുമാനിച്ചിരുന്നു. നമ്മൾ 4-ാം അധ്യായത്തിൽ വരുമ്പോൾ കാണാൻ സാധിക്കും, അപ്പോസ്തലനായ പൗലോസ് അബ്രഹാമിനെക്കുറിച്ച് പറയുമ്പോൾ 4:11 പറഞ്ഞു, അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസനീതിക്ക് മുദ്രയായി പരിച്ഛേദന അടയാളം അവന് ലഭിച്ചത് അബ്രഹാമിനെക്കുറിച്ചാണ്. അഗ്രചർമ്മത്തോടെ വിശ്വസിക്കുന്നവർക്ക് കൂടി നീതി കണക്കപ്പെടുവാൻ തക്കവണ്ണം ഇനി ശ്രദ്ധിക്കെത്താൻ അവർക്ക് എല്ലാവർക്കും പിതാവായിരിക്കേണ്ടത്. അബ്രഹാം യഹൂദന്മാരുടെയും പുറജാതികളുടെയും പിതാവാണ്, വിശ്വാസികളുടെ. ഈ വിധത്തിലാണ് അവതരിപ്പിച്ച 4-ാം അധ്യായത്തിൽ അതിൻ്റെ 11 മുതൽ. പക്ഷെ ആരംഭ ഭാഗങ്ങളിൽ പൗലോസ് കൈകാര്യം ചെയ്യുന്നത് യഹൂദന്മാരെ കണ്ടുകൊണ്ടാണ്, അവരോട് സംസാരിക്കുകയാണ്, ജഡപ്രകാരമുള്ള യഹൂദ പശ്ചാത്തലത്തിലുള്ളവരോട്. ആദ്യത്തെ 8 വാക്യങ്ങൾ 4-ാം അധ്യായത്തിൽ അബ്രഹാമിൻ്റെ ചരിത്രം കാണിച്ചിരിക്കുകയാണ്. അബ്രഹാമിൻ്റെ വിശ്വാസം അബ്രഹാമിനെ ദൈവമുമ്പിൽ നീതിമാനായി കാണുവാനായിട്ട് ദൈവം ഇടവരുത്തി. കണക്കിട്ടു. മറക്കരുത്, കണക്കെഴുതുന്നവരുടെ വാക്കാണ് കണക്കിട്ടു. ഒരാളുടെ അക്കൗണ്ടിലേക്ക് ഇത് സൗജന്യമായി ചേർക്കപ്പെട്ടു. അബ്രഹാമിൻ്റെ വിശ്വാസം, അബ്രഹാം കൊണ്ടു നടന്ന വിശ്വാസം പുതിയ നിയമത്തിലുടനീളം ഒരു ആഘോഷമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. യോഹന്നന്റെ സുവിശേഷം 8-ാം അധ്യായം 31 മുതൽ 59 വരെ, ഗലാത്യ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 29 വരെ, എബ്രായ ലേഖനം 11-ാം അധ്യായം 8 മുതൽ 12, 17 മുതൽ 19, യാക്കോബ് 2-ന്റെ 20 മുതൽ 24 വരെയെല്ലാം വിശദമായി അനവധി തിരുവെഴുത്തുകളിലൂടെ അബ്രഹാമിൻ്റെ വിശ്വാസം ആഘോഷിക്കപ്പെട്ടു. ഇവിടെ പൗലോസ് ഉന്നയിക്കുന്ന ചോദ്യം അതാണ്, അബ്രഹാം എന്ത് പ്രാപിച്ചു? ജഡപ്രകാരം എന്ത് പ്രാപിച്ചു? നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ജഡപ്രകാരം എന്ത് പ്രാപിച്ചു എന്ന് പറയേണ്ടു. എന്താ നമ്മൾ പറയേണ്ടത്? പൗലോസിന് വളരെയധികം കാരണങ്ങളുണ്ടാകാം അബ്രഹാമിനെ അവതരിപ്പിക്കുവാൻ. വിശ്വാസത്താലുള്ള നീതീകരണം എന്ന വിഷയത്തെ തെളിവിനായി അബ്രഹാമിനെ അവതരിപ്പിക്കാൻ പൗലോസിന് പല കാരണങ്ങളുണ്ടാകും. ഒരു കാരണം വളരെ വ്യക്തമാണ്. ഒരു അധ്യാപകനെ സംബന്ധിച്ച്, ഒരു പ്രാസംഗികനെ സംബന്ധിച്ച് ഒരു തത്വം പറഞ്ഞു കൊടുക്കുമ്പോൾ, ഒരു തത്വം അവതരിപ്പിക്കുമ്പോൾ വളരെ നല്ലതാണ് ആ തത്വം മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു ഉദാഹരണം കാണിച്ചു കൊടുക്കുക, ആ തത്വം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു മാതൃക കാണിച്ചു കൊടുക്കുക. അവിടെയാണ് പൗലോസ് അപ്പോസ്തലൻ അബ്രഹാമിനെ കൊണ്ടുവന്നത്. കാരണം എപ്പോഴും ഉദാഹരണങ്ങൾ, ചിത്രീകരണങ്ങൾ പറയുന്ന സത്യത്തെ പ്രകാശിപ്പിക്കുവാൻ സഹായിക്കുന്ന ജനാലകളാണ്. പഠിപ്പിക്കുന്ന സത്യത്തെ കൂടുതൽ വിശദമാക്കാൻ ഈ ഉദാഹരണങ്ങൾ സഹായിക്കും. ഇപ്പോൾ വിശ്വാസത്താലുള്ള നീതീകരണം എന്ന വിഷയം പഠിപ്പിക്കുമ്പോൾ, അത് യഹൂദന്മാരോട് പഠിപ്പിക്കുമ്പോൾ, അവരധികം ബഹുമാനിക്കുന്ന, അവരുടെ മുമ്പിൽ ബഹുമാന്യനായ ആദരണീയനായ അബ്രഹാമിനെ അവതരിപ്പിച്ചുകൊണ്ട് അബ്രഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവനാണെന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ താൻ പറയുന്ന വിഷയം ഉറപ്പിക്കപ്പെടുകയാണ്. എന്തുകൊണ്ട് അബ്രഹാമിനെ ഉദാഹരണമാക്കി? പൗലോസിന് മറ്റു പലരെ ഉദാഹരണമാക്കാൻ പാടില്ലായിരുന്നു. കാരണം എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ യഹൂദന്മാരുടെ നടുവിൽ വീരനായകന്മാരായിട്ടുള്ള, വിശ്വാസ വീരന്മാരായിട്ടുള്ള പലരുണ്ട്. എന്തുകൊണ്ട് അബ്രഹാം? കാരണം അബ്രഹാമിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ യഹൂദന്മാരെ സംബന്ധിച്ച് അബ്രഹാമിനോടുള്ള അവരുടെ ബഹുമാനം, പ്രത്യേക ആദരവ്, അബ്രഹാമിനെ പോലെ തുല്യനായി മറ്റാരെയും ഒരു കൂടുതൽ ആദരണീയനായിട്ട് കണ്ടില്ല. അബ്രഹാം ഞങ്ങളുടെ പിതാവ് എന്ന് ആവർത്തിച്ച് പറയും അഭിമാനത്തോടെ, അവരുടെ പൂർവ്വപിതാവ്. അപ്പോൾ അതുകൊണ്ടാണ് അബ്രഹാമിനെ വിശ്വാസത്താലുള്ള നീതീകരണം എന്ന വിഷയത്തിൻ്റെ മാതൃകയായി, ഉദാഹരണമായി, അത് പ്രവാചകന്മാരും ന്യായപ്രമാണവും സാക്ഷ്യപ്പെടുത്തുന്ന വിശ്വാസത്താലുള്ള നീതീകരണം എന്ന വിഷയത്തിൻ്റെ ഉദാഹരണമായിട്ട് അബ്രഹാമിനെ അവതരിപ്പിച്ചത്. 3:21 മുതൽ നമ്മൾ കണ്ടു. റോമലേഖനം ആരംഭത്തിൽ തന്നെ കണ്ടു. പ്രവാചകന്മാർ മുഖാന്തരം വാഗ്ദത്തം ചെയ്ത സുവിശേഷമാണ്. പൗലോസ് അതിനെക്കുറിച്ച് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവനും അത് യഹൂദൻ്റെ രക്ഷയ്ക്കായി ദൈവശക്തിയാണ്.
ഹബക്കുക്കിൻ്റെ പുസ്തകം 2:4 പുതിയ നിയമത്തിൽ പലയിടത്ത് പരാമർശിക്കപ്പെടുന്ന പഴയ പ്രവചനവാക്യം, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. വിശ്വാസവും നീതി തമ്മിലുള്ള ബന്ധം. അപ്പോൾ ഈ ബഹുമാന്യനായ ഈ പൂർവ്വപിതാവിനെ ഉദാഹരണമായി അവതരിപ്പിച്ചുകൊണ്ട് എന്തിൻ്റെ വിശ്വാസത്താലുള്ള നീതീകരണം എന്ന വിഷയത്തിൻ്റെ ഉദാഹരണമായി അബ്രഹാമിനെ അവതരിപ്പിക്കുമ്പോൾ അത് വളരെയധികം യഹൂദന്മാരോട് സംസാരിക്കുന്നത് വളരെ പ്രയോജനം ചെയ്യും. അവർ ബഹുമാനിക്കുന്ന ആദരിക്കുന്നൊരു വ്യക്തിയാണ് അബ്രഹാം. ആ അബ്രഹാം പോലും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെട്ടത് വിശ്വാസത്താൽ എന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ പ്രവൃത്തിയാലല്ല. അബ്രഹാമിനെ പൗലോസ് ഉപയോഗിക്കാൻ മറ്റൊരു കാരണം യഹൂദന്മാരോട് പ്രവൃത്തിയാലുള്ള നീതീകരണം എന്നുള്ള വിഷയത്തിൻ്റെ ഒരു മാതൃക ഉദാഹരണം പറയാൻ പറഞ്ഞാൽ അവർ തീർച്ചയായും ചൂണ്ടിക്കാട്ടാൻ പോകുന്ന അബ്രഹാമിനെയാണ്. പ്രവൃത്തിയാലുള്ള വിശ്വാസം, അതിനുള്ള ഉദാഹരണം അവരോട് ചോദിച്ച് അവർ പറയും, ഉടൻ പറയും അബ്രഹാം. കാരണം അബ്രഹാം വീട് വിട്ടിറങ്ങിയ ചരിത്രം, അബ്രഹാമിൻ്റെ പരദേശ പ്രയാണം, അബ്രഹാം യാഗപീഠം പണിത് ദൈവത്തെ ആരാധിച്ചത്, സ്വന്തം മകനെ പോലെ യാഗം കഴിച്ചത്, ദൈവത്തിൻ്റെ വാഗ്ദാനമുണ്ടായിട്ട് വിശ്വസ്തയോടെ നിന്നത്, ഇതെല്ലാം അവർ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും, കണ്ടില്ലേ അബ്രഹാമിൻ്റെ പ്രവൃത്തികൾ. അതുകൊണ്ട് അവരുടെ നടുവിൽ വിശ്വാസത്താലുള്ള നീതീകരണം എന്ന വിഷയം അവതരിപ്പിക്കുമ്പോൾ അബ്രഹാമിനെ പോലെ ഏറ്റവും നല്ല ഉദാഹരണം വേറെയില്ല. അതുകൊണ്ട് അബ്രഹാമിൻ്റെ പ്രാധാന്യം, യഹൂദ മനസ്സിൽ അബ്രഹാമിൻ്റെ പ്രാധാന്യം, യഹൂദ വ്യവസ്ഥിതിയിൽ അബ്രഹാമിൻ്റെ പ്രാധാന്യം കുറച്ച് കാണാൻ പറ്റില്ല. ഒരു വീരനായകനാണ് അവരെ സംബന്ധിച്ച്. ഏകസത്യ ദൈവത്തെ വിശ്വസിച്ച് ബഹുദൈവ വിശ്വാസത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഏകദൈവ വിശ്വാസത്തിൽ മുറുകെ പിടിച്ചിരുന്നു. വിഗ്രഹാരാധന കൊടികുത്തി വാഴുന്ന കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചവൻ, ഇസ്ഹാക്കിനോട് യാക്കോബിനോടൊപ്പം മാനുഷികമായി അവരുടെ കാഴ്ചപ്പാടിൽ പാപം ചെയ്യാത്തവനെന്ന നിലയിൽ ഒരു കണ്ട ബഹുമാനിച്ച വ്യക്തി. അതുകൊണ്ട് അബ്രഹാം ഈ യഹൂദന്മാരോട് സംസാരിക്കുമ്പോൾ അവരെ ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ സാധിച്ചാൽ വിശ്വാസത്താലാണ് നീതീകരണം ലഭിക്കുന്നുള്ള വിഷയം പ്രവൃത്തിയാലല്ല എന്ന് കാണിച്ചു കൊടുക്കാൻ സാധിച്ചാൽ അവിടെ ഏറ്റവും വലിയ വാദഗതി നിർവീര്യമാക്കപ്പെടും. അബ്രഹാമിനെ എടുത്ത് മുമ്പിൽ വെച്ച് ഞങ്ങൾക്ക് പൂർവ്വപിതാവായ അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് അവരുടെ വാദഗതി നിർവീര്യമാക്കപ്പെടും. 2-ാം വാക്യം, റോമർ ലേഖനം 4-ാം അധ്യായം. അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടു എങ്കിൽ അവന് പ്രശംസിപ്പാൻ സംഗതിയുണ്ട്, ദൈവസന്നിധിയിലില്ലതാനും. വളരെ യുക്തമായ ചേർച്ചയുള്ളൊരു നിരീക്ഷണമാണ്. ഇപ്പോൾ പൗലോസ് അബ്രഹാമിൻ്റെ ജീവിതം പരിശോധിച്ച് കാണിക്കുകയാണ്. പൗലോസ് ചോദിക്കുന്ന, അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടുവെങ്കിൽ അവന് പ്രശംസിപ്പാൻ സംഗതിയുണ്ട്. 3-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ പ്രശംസ പോയി. ഏത് മാർഗത്താൽ നമ്മൾ കണ്ടു? വിശ്വാസമാർഗത്താൽ. അപ്പോൾ അബ്രഹാം ബഹുമാന്യനാണ്, ആദരണീയനാണെന്നുള്ള യഹൂദന്മാരുടെ ചിന്താഗതിയും കാഴ്ചപ്പാടിനും പൗലോസിന് ഒരു തർക്കവുമില്ല. പൗലോസ് അവരോടൊപ്പം ചേർന്ന് തന്നെ ചിന്തിക്കുകയാണ്. അവരുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും നല്ല വിശ്വാസജീവിതത്തിൻ്റെ പ്രവൃത്തികളുണ്ടായിരുന്ന മനുഷ്യൻ തന്നെയാണ് അബ്രഹാം. വളരെ അസാധാരണമായ വ്യക്തിത്വമായിരുന്നു. കാരണം അതിൻ്റെ അനുഗ്രഹം മനസ്സിലാക്കണമെങ്കിൽ യെശയ്യാ 41:8 ദൈവം അബ്രഹാമിനെ വിളിച്ച ഒരു പേരുണ്ട്. യെശയ്യാ 41:8, നീയോ എൻ്റെ ദാസനായ ഇസ്രായേലേ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എൻ്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ സന്തതിയെ, നീ എൻ്റെ ദാസൻ. അബ്രഹാം ദൈവം പരാമർശിച്ച വിശേഷണം എന്താണ്? എൻ്റെ സ്നേഹിതൻ. ഇത് 2 ദിനവൃത്താന്തം 20:7 കാണാം. യാക്കോബ് 2:21 പുതിയ നിയമത്തിലും കാണാം. യാക്കോബിൻ്റെ പുസ്തകം 2-ാം അധ്യായം എൻ്റെ 21-ാം വാക്യത്തിൽ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും, അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അതവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി അവൻ ദൈവത്തിൻ്റെ സ്നേഹിതനെന്ന് പേർ പ്രാപിച്ചു. ദൈവത്തിൻ്റെ സ്നേഹിതനാകാൻ കഴിയുന്നൊരവസ്ഥ ഭൂമിയിൽ വേറെ ആരെക്കുറിച്ച് ഇത് പറഞ്ഞിട്ടില്ല, അബ്രഹാമിനെക്കുറിച്ച് മാത്രം. അപ്പോൾ അബ്രഹാം പ്രവർത്തികളുടെ അടിസ്ഥാനത്തിലാണ് നീതീകരിക്കപ്പെട്ടതെങ്കിൽ തീർച്ചയായിട്ടും അബ്രഹാം ദൈവത്തിൽ പ്രശംസിക്കാം, തന്നെ ഉയർത്തിപ്പിടിക്കാം. ഇത്രയും പറഞ്ഞിട്ട് പൗലോസ് ഉടൻ തന്നെ ചേർക്കുന്നൊരു വാക്കുണ്ട്, ദൈവസന്നിധിയിലില്ലതാനും. തനിക്ക് നല്ല പ്രവൃത്തിയുണ്ട്, നല്ല പ്രവൃത്തികളും ഒക്കെ കാണിച്ചവനാണ് അബ്രഹാം. പക്ഷേ ദൈവസന്നിധിയിൽ പ്രശംസിക്കാൻ ഇത് കാരണമാകുന്നില്ല. ദൈവസന്നിധിയിൽ പ്രശംസയില്ല. ഇപ്പോൾ ഒന്നുകിൽ അല്ലെങ്കിൽ എന്ന അവസ്ഥ പോലെ. ഇപ്പോൾ നീതീകരണം പ്രവൃത്തികളുടെ അടിസ്ഥാനപ്പെട്ടതാണെങ്കിൽ അത് വിശ്വാസമല്ല, വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെട്ടതാണെങ്കിൽ പ്രവൃത്തിയാലല്ല. പ്രശംസ ഇതിനകം തന്നെ പോയി ഇതിനകം തന്നെ സ്ഥാപിച്ചു. വിശ്വാസമാർഗത്തെ പ്രശംസ, കാരണം നീതീകരണം ദൈവം തരുന്നതാണ്, ദൈവം സൗജന്യമായി തരുന്നതാണ്, ദാനമാണ്, കൃപയാണ് നീതീകരണം. പിന്നെ എന്തിനാ പ്രശംസിക്കാൻ കഴിയുക? അതുകൊണ്ട് അബ്രഹാമിൻ്റെ ജീവിതത്തിലേക്ക് ദൈവം നീതി കടക്കിട്ടു, പ്രവൃത്തിയാലല്ല. അതുകൊണ്ട് അബ്രഹാമിനെ പ്രശംസിക്കാൻ കഴിയില്ല, പ്രത്യേകിച്ച് ദൈവം മുമ്പിൽ തന്നെ ഉയർത്താൻ കഴിയില്ല. കാരണം ദൈവത്തിൽ നിന്ന് സൗജന്യമായി കിട്ടിയതാണ്,
താൻ അധ്വാനിച്ചതിൻ്റെ ഫലമല്ല, തൻ്റെ പ്രവൃത്തിയുടെ ഫലമല്ല. സൗജന്യമായി കിട്ടിയതിൻ്റെ പേരിൽ എങ്ങനെ പ്രശംസിക്കാൻ കഴിയും? നേരെ മറിച്ച് 4-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ ഇങ്ങനൊരു വാക്ക് കാണാം. റോമർ 4:20. ദൈവത്തിൻ്റെ വാഗ്ദത്വത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. വിശ്വാസത്തിൽ ദൈവത്തിന് മഹത്വം കൊടുത്തു. മഹത്വം മുഴുവൻ ദൈവത്തിന് കൊടുത്തു. അപ്പോൾ ഇവിടെ വ്യത്യാസം കൃപയും പ്രവൃത്തിയും തമ്മിൽ. അത് വാസ്തവത്തിൽ കർമ്മവും ജീവനും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇവിടെ അനുസരണവും വിശ്വാസം തമ്മിലല്ല വൈരുദ്ധ്യം. പ്രവൃത്തിയും വിശ്വാസം. പ്രവൃത്തി എന്ന് പറഞ്ഞാൽ കുറ്റമറ്റ പ്രകടനം. നീതീകരണത്തിൻ്റെ അടിസ്ഥാനമായി കുറ്റമറ്റ പ്രകടനം നടത്തുക, കർമ്മങ്ങൾ നടത്തുക. ഒരു വശത്ത് അത്, മറുവശത്ത് വിശ്വാസം. ഇത് അഭക്തനെ നീതീകരിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. ഉപസംഹരിക്കുമ്പോൾ നാം എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, നാം ഏതെല്ലാം സൽപ്രവൃത്തികളും പുണ്യപ്രവൃത്തികളും കർമ്മപ്രവൃത്തികളും ചെയ്താലും, ഏതെല്ലാം തരത്തിൽ വളരെ ശ്രേഷ്ഠമായ ജീവിത നിലവാരത്തിൽ ജീവിച്ചാലും ദൈവം നമ്മുടെ കടക്കാരനല്ല. ദൈവം നമ്മുടെ കടപ്പെടുന്നില്ല. ദൈവത്തിന് ഒരു നിർബന്ധമില്ല ദൈവത്തിൻ്റെ മേൽ. നമ്മൾ അത്രയും നല്ലവരായി ജീവിച്ചുകൊണ്ട് ദൈവം നമ്മെ നീതീകരിക്കാൻ കടപ്പെടുന്നു? ഇല്ല, ഒരിക്കലുമില്ല. അബ്രഹാം പൂർണ്ണതയോടെ തികവോടെ ദൈവം പറഞ്ഞെല്ലാം അനുസരിച്ചാൽ പോലും അബ്രഹാം തികവുള്ളവനല്ല. എങ്കിൽ പോലും അബ്രഹാമിന് ദൈവം മുമ്പിൽ പ്രശംസിക്കാൻ ഒന്നുമില്ല. എപ്പോഴും മറക്കാതിരിക്കുക ലൂക്കോസ് 17:10. ആ വേദഭാഗം വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ബാക്കി അടുത്ത ദിവസം തുടരാം. ലൂക്കോസ് 17:10 ഇങ്ങനെ പറയും, നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ, ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങളും പറവീൻ. ഇതായിരിക്കണം നമ്മുടെ മനോഭാവം. കാരണം ഇത് നീതീകരിക്കപ്പെട്ടത് കൃപയാലാണ്, ദാനമാണ്, ദൈവം തന്നതാണ്. കർത്താവ് യേശുവിൻ്റെ വിശ്വാസത്താൽ ക്രിസ്തു നമുക്ക് പകരമായി യാഗമായതിൻ്റെ അനുഗ്രഹമായി നമുക്ക് നൽകപ്പെട്ടതാണ് നീതി. ദൈവത്തിൽ നിൽക്കുവാനുള്ള അവകാശം. ഇവിടെ നമുക്ക് എന്താണ് പ്രശംസിക്കാനുള്ളത്? ഒന്നുമില്ല. തുടരാം അടുത്ത ദിവസം 3-ാമത്തെ വാക്യം മുതൽ ഉള്ള പഠനങ്ങൾ അനുഗ്രഹമാകട്ടെ, ജീവിതത്തെ സ്വാധീനിക്കട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. താങ്ക് യു.